ഡെസിമലിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. 0.0081. പോയിന്റിനകത്ത് പോയിന്റ് കഴിഞ്ഞ് റൂട്ടിനകത്ത് 4 സ്ഥാനം ഉണ്ടെങ്കിൽ ഇതിന്റെ നേരെ പകുതി സ്ഥാനം ഇവിടെ ഉണ്ടാകും. 81ന്റെ റൂട്ട് എഴുതുക 9. ഇവിടെ 4 സ്ഥാനം ഉണ്ടെങ്കിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, 4ന്റെ നേരെ പകുതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനമുണ്ട്, 6 സ്ഥാനം ഉണ്ടെങ്കിൽ അതിന്റെ നേരെ പകുതി. ഇവിടെ 9 എഴുതുക. ഇവിടെ 3 സ്ഥാനം കാണണം. ഇവിടെ 2 പോയിന്റ് ഇട്ട് കൊടുത്തു. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, 3 സ്ഥാനം കാണും. ഇവിടെ 625, 625ന്റെ റൂട്ട് അങ്ങ് എഴുതുക 25. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ നേരെ പകുതി, പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. ഇവിടെ 144ന്റെ റൂട്ട് നമുക്ക് 12 ആണെന്ന് അറിയാം. അപ്പൊ 12 എഴുതുക. ഇവിടെ 2 സ്ഥാനം, 4 സ്ഥാനം ആ റൂട്ടിനകത്ത്. അപ്പൊ നേരെ പകുതി വേണം ആൻസറിൽ. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനമാണ്. 144ന്റെ റൂട്ട് 12. ഇവിടെ 6 സ്ഥാനമാണെങ്കിൽ അതിന്റെ നേരെ പകുതി വേണം നമ്മുടെ ഉത്തരത്തിൽ വരാൻ. അപ്പൊ 3 സ്ഥാനം വേണം പോയിന്റ് കഴിഞ്ഞ്. അപ്പൊ ഒരു 0 ഇട്ട് കൊടുത്തു. ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 8 സ്ഥാനം. അപ്പൊ 144ന്റെ റൂട്ട് എഴുതുക. ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് 2 0 ഇട്ട് കൊടുത്താൽ 4 സ്ഥാനമാകും. 0.0012. സ്ക്വയർ റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അതിന് നേരെ പകുതി വേണം ആൻസറിൽ.